കൃപാസനം മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി. എൻ്റെ പേര് പ്രിൻസി. ഞാൻ ആലുവയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഖത്തറിലേക്ക് ഒരു ഇൻ്റർവ്യൂ പാസ്സായിരിക്കുമായിരുന്നു. എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. എനിക്ക് ബാംഗ്ലൂരാണ് സെൻറ്റർ കിട്ടിയത്. എക്സാമിന് പോയ സമയത്ത് എക്സാമിന് മുന്നേ ഞാനിവിടെ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ അടുക്കൽ നിന്ന് കൈവയ്പ്പ് ശുശ്രൂഷ വാങ്ങിക്കുകയും അച്ഛൻ തന്ന കാശുരൂപം, വെഞ്ചരിച്ച കാശുരൂപമൊക്കെ ആയിട്ടാണ് ഞാൻ എക്സാമിന് വേണ്ടി പോയത്. പക്ഷേ അതിലുപരി എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ ജയിക്കുക എന്നുള്ളത്. എക്സാം സ്റ്റാർട്ടായി. എക്സാം പകുതി ആകുന്നതോടുകൂടി തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 75% മാർക്ക് മതിയായിരുന്നു പാസ്സാവാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലും ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഇത് ഒത്തിരി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ, എനിക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ എക്സാം എഴുതിയത്. ഖത്തർ പ്രോമെട്രിക് ആയതുകൊണ്ട് അപ്പം തന്നെ റിസൾട്ട് വരും. നമ്മൾ എക്സാം കഴിയുമ്പോൾ 150 ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിൻ്റെ റിസൾട്ട് അപ്പം തന്നെ സ്ക്രീനിൽ കാണിച്ചപ്പോൾ ഫെയിൽ എന്നാണ് കാണിച്ചത്. ഒരുപാട് വിഷമമായി. കാരണം മാതാവിൽ വിശ്വാസമുണ്ട്. ഉടമ്പടിയിലാണെങ്കിൽ തന്നെയും എന്നിലായിരുന്നു ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഭയങ്കരമായ വിഷമം. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഫസ്റ്റ് എക്സാം എഴുതിയത് ജനുവരി 5-നായിരുന്നു. പിന്നെ ഫെബ്രുവരി 1 എക്സാമിന് പ്രിപ്പയർ ചെയ്തു. ട്രിവാൻഡ്രത്തായിരുന്നു സെൻറ്റർ. എക്സാമിന് വേണ്ടി ഞാൻ പഠിക്കാൻ വേണ്ടി ഞാൻ PGയിൽ നിന്നാണ് പഠിച്ചത്, മാവേലിക്കരയിൽ. എക്സാമിന് പഠിക്കാൻ വേണ്ടി 7 ദിവസത്തെ ക്ലാസ്സിന് ഞാൻ പോയെങ്കിൽ 2 ദിവസം ഞാൻ ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്തുള്ളൂ. ബാക്കി 5 ദിവസം ഞാൻ അവിടെ PGയിൽ നിന്ന് തന്നെ പഠിക്കുക ചെയ്തത്. ചേർന്ന സമയത്താണെങ്കിലും എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യമുള്ള ഒരു ഓർത്തഡോക്സ് പള്ളിയുടെ അടുത്ത് തന്നെയാണ് എനിക്ക് അവിടെ PG നിൽക്കാൻ പറ്റിയത്. ഞാൻ പഠിക്കുന്ന സമയത്തെല്ലാം മാതാവിൻ്റെ ഗ്രോട്ടോയുടെ ഫ്രണ്ടിൽ തന്നെയാണ് എനിക്കിരുന്ന് പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയതും. അതെനിക്ക് ഒരുപാട് അനുഗ്രഹമായിട്ട് തോന്നി. എനിക്ക് ഒത്തിരി സമയം പഠിക്കാനും പറ്റി. അതുമാത്രമല്ല, വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും ഒത്തിരി സാധിച്ചു. പ്രാർത്ഥിക്കാനുമായിട്ടും ഒരുപാട് സാധിച്ചു. രാവിലെ തൊട്ടിരുന്ന് പഠിച്ചാലും രാത്രിയുള്ള സമയങ്ങളിലും കിട്ടുന്ന സമയങ്ങളിലും കൂടുതലായിട്ട് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എക്സാമിന് വേണ്ടി ട്രിവാൻഡ്രത്ത് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് പോവുക ചെയ്തത്. അതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ ഏത് സമയത്താണെങ്കിലും ഞാൻ ഇതുവഴി പാസ് ചെയ്താണ് ഞാൻ പോകുന്നത്. ഞാൻ മാതാവിൻ്റെ അടുക്കൽ വന്ന് മാതാവിന് നന്ദി പറഞ്ഞതിന് ശേഷമേ ഞാൻ വീട്ടിലേക്ക് പോവുകയുള്ളൂ എന്ന്. ട്രിവാൻഡ്രത്ത് എക്സാം ഹാളിൽ ചെന്ന സമയത്ത് വേറെ ഉടമ്പടി വസ്തുക്കളൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. പാസ്പോർട്ടിനകത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് കരുതിയിട്ടുണ്ടായിരുന്നു. നെറ്റിയിൽ ഉടമ്പടി തൈലം പൂശി കുരിശ് വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ മാലയിലിട്ടിട്ടാണ് അകത്ത് കയറിയത്. അകത്ത് ചെന്ന് സിസ്റ്റത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു. നെറ്റിയിൽ നിന്ന് ഞാൻ കുരിശ് വരച്ച തൈലം തന്നെ ഞാൻ സിസ്റ്റത്തിലും മൗസിലും ഒക്കെ പരത്തിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എക്സാമിന് ഇരുന്നത്. ഞാൻ ഇതുവരെയും പഠിച്ച് 2 പ്രാവശ്യം പ്രിപ്പയർ ചെയ്തെങ്കിലും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യനുകളും ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് പകുതി പ്രതീക്ഷ പോയി. മാതാവ് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പിന്നെയും എനിക്ക് പരീക്ഷണമാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് അവിടെ നിന്ന് തന്നെ കരച്ചിൽ വരുമായിരുന്നു. എന്നാലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടും ക്വസ്റ്റ്യൻസ് ഒരുപാട് സമയമെടുത്ത് വായിച്ചുകൊണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. സമയം അങ്ങനെ ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് കുറേ നേരം വായിച്ച് എനിക്ക് സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് 3 മിനിറ്റ് പിന്നെ എനിക്ക് ശേഷിക്കുന്ന സമയം കാണിക്കുന്നത് 15 ക്വസ്റ്റ്യൻ പിന്നെയും കവർ ചെയ്യാനുണ്ടായിരുന്നു. ഒരിക്കലും 15 ക്വസ്റ്റ്യൻ ആ 3 മിനിറ്റ് കൊണ്ട് ആർക്കും എഴുതി തീരാൻ പറ്റില്ല, വായിച്ചെടുക്കാൻ പോലും പറ്റില്ല. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി. ഞാൻ കാശുരൂപം കയ്യിൽ പിടിച്ച് മാതാവിനോട് പറഞ്ഞു, എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, 3 മിനിറ്റ് കൊണ്ട് എന്തായാലും 15 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റില്ല. 150 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും ഫെയിലാവും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് ഫുള്ളൊന്ന് കവർ ചെയ്യാൻ സഹായിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും 150 ക്വസ്റ്റ്യൻ തികയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കൈ വിറച്ചിട്ട് മൗസിൽ പിടിക്കാൻ പറ്റുന്നുണ്ടായില്ല. അത് നീങ്ങുന്നുണ്ടോയെന്നുമില്ല എനിക്കറിയില്ല. എങ്ങനെയോ 150 ക്വസ്റ്റ്യൻ കവറായി. പിന്നെ 3 സെക്കൻഡ് എനിക്ക് ബാക്കിയുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞിട്ട്. ആ എക്സാം എനിക്ക് പാസ്സായി കിട്ടി. മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനത് കരുതുന്നത്. ഇപ്പം എനിക്ക് ടിക്കറ്റും വിസയും റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഈ 20-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഖത്തറിലേക്ക് പോവുകയാണ്.
മാതാവ് എനിക്ക് തന്നെ മാതാവും ഈശോയും തന്ന ഈ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടി ജീവിതത്തിൽ കുമ്പസാരം ഞാൻ മാസത്തിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ തന്നെ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. പറ്റുന്ന ദിവസങ്ങളെല്ലാം കുർബാനയ്ക്ക് പോകാറുണ്ട്, ബൈബിൾ വായന ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാവിലെയും വൈകിട്ടും ചൊല്ലാറുണ്ട്. കാരുണ്യപ്രവർത്തികളായിട്ട് രോഗികളായിട്ട് സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചിട്ട് അവരുടെ നിന്ന് സഹായം അഭ്യർത്ഥിച്ച് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. റോമ 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പ്രിൻസിമോൾ എന്ന ഈ സഹോദരി തൻ്റെ വിദേശത്ത് പോകുന്നതിന് വേണ്ടിയുള്ള പ്രൊമട്രിക്കിൻ്റെ പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഈ നാളുകളിൽ ജീവിക്കുകയും ചെയ്തത്. മകൾ ആദ്യം വളരെ എളുപ്പമെന്ന് കരുതിയാണ് ആദ്യത്തെ പരീക്ഷ എഴുതുന്നത്. അതുതന്നെ ഫുള്ളി കോൺഫിഡൻ്റ് ആയിരുന്നു. എഴുതി തുടങ്ങുമ്പോൾ ഇത്ര നിസ്സാരമാണ് പരീക്ഷ എന്ന് വിചാരത്തോടു കൂടിയാണ് എഴുതിയത്. എന്നാൽ മകൾ പറയുന്നുണ്ട്, ഞാൻ വളരെ നിസ്സാരമായി ജയിക്കുമെന്ന് കരുതിയത് ഞാൻ ആകെ പരാജയപ്പെട്ടു പോയി. ഞാനത് പരാജയപ്പെട്ടത് എങ്ങനെയെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. കാരണം ആദ്യത്തെ പരീക്ഷ എഴുതുമ്പോൾ മുഴുവനും എൻ്റെ കഴിവിലായിരുന്നു എൻ്റെ വിശ്വാസം. എനിക്ക് പ്രാർത്ഥന പോലും നന്നായിട്ടൊന്നും ഞാൻ ചൊല്ലത്തില്ലായിരുന്നു. കാരണം അധികം പ്രാർത്ഥിക്കാതെ തന്നെ ജയിച്ചു പോരാം എന്നൊരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ രണ്ടാമത്തത് ഞാൻ പഠിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് പഠനം ഇത്തിരി പ്രയാസമായിരുന്നു. ഞാൻ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നു. ഞാൻ ധ്യാനം നന്നായി കേട്ടു തുടങ്ങിയിരുന്നു. സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ തുടങ്ങിയിരുന്നു. എൻ്റെ തന്നെ ജീവിതത്തെ ഞാൻ നന്നായി ഒന്ന് ക്രമപ്പെടുത്തിയിരുന്നു. അങ്ങനെ രണ്ടാമത് പ്രൊമട്രിക്കിന് പോകുമ്പോൾ അമ്മ മാതാവിനോട് നല്ലൊരു ബന്ധത്തിലാണ് ഞാൻ ആ പരീക്ഷയ്ക്ക് വേണ്ടി ചെല്ലുന്നത്. 5 ദിവസം ഒരു പെയിങ് ഗസ്റ്റായി മറ്റൊരിടത്ത് പോയി ഒരു ക്ലാസ്സിന് വേണ്ടി ചെന്ന് താമസിക്കുമ്പോൾ പോലും മാതാവിൻ്റെ ഗ്രോട്ടോടെ അരികിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ പഠിക്കുവാൻ, അത് പഠിച്ചതിനേക്കാൾ ഉപരി അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ വ്യാപരിക്കുവാൻ, ധ്യാനവും സാക്ഷ്യവും ഒക്കെ കേൾക്കുവാനായിട്ട് ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ അമ്മയിൽ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് എനിക്ക് അമ്മ മാതാവിൻ്റെ സഹായത്താൽ ഈ പരീക്ഷ വിജയിക്കുവാൻ സാഹചര്യങ്ങൾ ഒരുക്കിത്തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പരീക്ഷയ്ക്ക് വേണ്ടി ചെന്ന് കയറുന്നത്. ഞാൻ ഉടമ്പടി തൈലം പൂശിയും ഉടമ്പടി ഉപ്പ് കയ്യിൽ എൻ്റെ ശേഖരിച്ച് വെച്ചും അത് ഒക്കെ അവിടെ വെച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം തേടിയാണ് പരീക്ഷ ആരംഭിക്കുന്നത്. എന്നാൽ ഞാൻ എഴുതി തുടങ്ങുമ്പോൾ പരീക്ഷ ഏറെ പ്രയാസമാണ്. ചോദ്യങ്ങൾ പലതും എനിക്ക് മനസ്സിലാവുന്നില്ല. സമയം ഒത്തിരി അതുകൊണ്ട് എടുത്തിരുന്നു. അങ്ങനെ അവസാനം 3 മിനിറ്റിൽ 15 ചോദ്യങ്ങൾ കൂടി എനിക്ക് അറ്റൻഡ് ചെയ്യണം. ഇതാണ് മകൾ കാണുന്ന പ്രതിസന്ധി. ഇത് 15 അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പ്രോമട്രിക്ക് തോൽക്കും. മകൾ അതുകൊണ്ടാണ് പറയുന്നത്, വായിക്കുവാൻ പോലും സമയമില്ലാത്തിടത്ത് എൻ്റെ അമ്മയുടെ സന്നിധിയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞത്, അമ്മ മാതാവേ, അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഇത് പൂർത്തീകരിക്കുവാൻ എനിക്ക് വഴി തുറന്ന് തരണം. മകൾ പറയുന്നുണ്ട്, മൗസ് പോലും തെന്നിപ്പോകുന്നു കൈപിറച്ചിട്ട്. എങ്കിലും ഞാൻ അമ്മയോട് ചോദിച്ചുകൊണ്ട് ആ നിമിഷങ്ങൾ ഞാനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നിട്ട് എല്ലാം എഴുതിത്തീരുമ്പോൾ നോക്കുമ്പോഴുണ്ട് 3 സെക്കൻഡ് കൂടി മിച്ചമുണ്ടെന്ന്. പ്രിയമുള്ളവരെ, അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ നിങ്ങളെ നന്നായി അറിയാവുന്ന, നിങ്ങളുടെ ഉടമ്പടി ജീവിതം വൃത്തിയോടെ സ്കാൻ ചെയ്തിട്ടുള്ള അമ്മയ്ക്കറിയാം നിങ്ങൾ എത്ര കണ്ട് ആ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗത്തിന് അനുഗ്രഹമാക്കി തീർക്കുവാൻ പറ്റുന്ന വിധം ജീവിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് സമയം അവിടെ ഒരു വിഷയമല്ല. വളരെ ചുരുക്കത്തിൽ അമ്മ മാതാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാനുഷികമായ കഴിവ് കൊണ്ട്, കണ്ണുകൊണ്ട്, വായന കൊണ്ട് തീർക്കുവാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത് അമ്മ മാതാവ് വേഗത്തിൽ പരിഹരിച്ച് നിങ്ങൾക്കത് പൂർത്തീകരിക്കുവാനുള്ള സഹായം തരും. ഒത്തിരി മക്കൾ ഈ സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യം ഈ അൾത്താരയിൽ വന്ന് പറയാറുണ്ട്. അമ്മ മാതാവ് എങ്ങനെ അത്ഭുതകരമായി സമയം ചുരുക്കി കൊടുക്കുന്നു. അതുകൊണ്ട് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ആരെയും അമ്മ മാതാവ് കൈവിട്ട് കളയില്ല. അത് സമയമില്ലാത്ത സമയത്ത് പോലും കരം പിടിച്ച് ആ കുടുംബത്തിന്, ആ വ്യക്തിക്ക് സംരക്ഷണം നൽകും. കനായിലെ വിവാഹ വിരുന്നിൽ നമ്മളതാണല്ലോ കാണുന്നത്. ഒരു മുന്തിരിപ്പഴത്തിൽ നിന്ന് മുന്തിരിച്ചാറ് നിർമ്മിച്ചെടുക്കുവാൻ എന്തുമാത്രം സമയം വേണം.
തിരുക്കുമാരനോട് അത് ചെയ്യണം, അവർക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയും ആ കൂടി നിന്നവരോട് അവൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവർ വെള്ളം മാത്രമേ കോരിയുള്ളൂ. അത് മുന്തിരിച്ചാറായി തീരുന്നതാണ് എല്ലാവരും അനുഭവിക്കുന്നത്. നമ്മൾ അവൻ പറയുന്നത് പോലെ ചെയ്ത് ജീവിച്ചാൽ അമ്മ മാതാവ് നമുക്കാവശ്യമുള്ളത് അനുവദിച്ചു തരുവാൻ ഒട്ടും അമാന്തിക്കില്ല. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് പങ്കുവെച്ചത്. കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.